ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് പുലിക്കുരുമ്പ് വെള്ളച്ചാട്ടത്തിലാണ്. അതായത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അജിത്ത് എന്ന് പറഞ്ഞ ഒരു സബ്സ്ക്രൈബർ സജസ്റ്റ് ചെയ്ത ഒരു വെള്ളച്ചാട്ടമാണിത്. അപ്പോൾ ഇത് GPS-ലൊന്ന് നോക്കിയിട്ട് ഈ വെള്ളച്ചാട്ടം കണ്ടില്ല. അപ്പോൾ നമ്മൾ നേരെ ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം. വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന ഞങ്ങൾ വഴിയിലെത്തിയിട്ടുണ്ട്. ഇതാണ് വഴി, കണ്ടോ, നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇതാണ് വഴി. നല്ല ഗട്ട് റോഡാണ്. ഈ റോഡെന്ന് പറയുന്നത് കുടിയാമലയ്ക്കും പുലിക്കുരുമ്പയ്ക്കും ഇടയ്ക്ക് അരങ്ങം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ അരങ്ങം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോഴുള്ള വഴിയാണിത്. അപ്പോൾ ഈ വഴി കൂടെ പോയി കഴിഞ്ഞാലാണ് ആ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുക. ഈ വെള്ളച്ചാട്ടത്തിലെത്താൻ കുറച്ച് വിഷമമാണ് കേട്ടോ, കാരണം ഇവിടെ നിന്ന് അധികം ആൾക്കാർ പോവാത്തൊരു വെള്ളച്ചാട്ടമാണിത്. അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഗൂഗിൾ മാപ്പിലൊന്നും നിങ്ങൾക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. പോകുന്ന വഴി ഭയങ്കര കട്ട് റോഡാണ്. ഈ റോട്ടിൽ കൂടെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ കിട്ടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ പോയി വിസിറ്റ് ചെയ്ത് അവിടുത്തെ വീഡിയോ എടുത്ത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ മനസ്സിലാക്കി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി കേട്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. നല്ല കിടിലൻ വെള്ളച്ചാട്ടമാണ്. കിടിലൻ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ കിടിലൻ വെള്ളച്ചാട്ടം. നമ്മളങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഇതാണ് ആ വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക നമ്മൾ. കിടിലൻ വെള്ളച്ചാട്ടമാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്ക് നടക്കാനുണ്ട്. വണ്ടി വരും എന്ന് വെച്ചാൽ അങ്ങനെ കട്ട് റോഡായതുകൊണ്ട് ബൈക്കൊന്നും വരില്ല, ജീപ്പൊക്കെ വരുന്ന വഴിയാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നടക്കണം നമ്മൾ. കണ്ടോ, ഇതൊരു നടവഴിയാണ്, നടക്കണം. അപ്പോൾ നമ്മളങ്ങനെ എത്താറായി കേട്ടോ. ഏകദേശം അടുത്തെത്തി. കിടിലൻ വെള്ളച്ചാട്ടം കേട്ടോ, നല്ല വെള്ളച്ചാട്ടമാണ്. എന്തായാലും ഇവിടെ ആൾക്കാർ വരവ് കുറവാണ്. വരുന്നുണ്ടാവും, പക്ഷേ ആൾക്കാർ കുറവാണ്, തീരെ കുറവാണ്. കാരണം ഇതിനെക്കുറിച്ച് അത്രയും അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം ആൾക്കാർ വരാത്തത് ഇവിടെ. പക്ഷെ എന്താണെങ്കിലും നല്ല പൊളി വെള്ളച്ചാട്ടം കേട്ടോ. നല്ല വെള്ളച്ചാട്ടമാണ്, നല്ല പവറുണ്ട്. നല്ല പവറുണ്ട് വെള്ളത്തിന്. ഇതാണ് വെള്ളച്ചാട്ടം. പൊളി വെള്ളച്ചാട്ടം. അങ്ങനെ ഞങ്ങളിവിടെ എത്തി കേട്ടോ വെള്ളച്ചാട്ടത്തിൽ. തീർച്ചയായിട്ടും നിങ്ങൾ അതുപോലെ നമ്മളെ അറിയിക്കുക. നമ്മൾ അത്തരം സ്ഥലങ്ങളിലൊക്കെ വന്ന് ആ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. നമുക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല മഴയുള്ള സമയത്ത് നല്ല വെള്ളം ഉണ്ടാവും, നല്ല വെള്ളം. അതുപോലെ തന്നെ ഈ താഴെ അവിടെ അറ്റത്ത് ആ താഴെ ഭാഗത്തുനിന്ന് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. മഴയുള്ള സമയമാണെങ്കിൽ നല്ല വെള്ളം കാരണം ചിലപ്പോൾ ഒഴുകി പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല എന്താ പറയുക, നല്ല കെയർഫുള്ളായിരിക്കണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ.
ശ്രദ്ധിക്കുക. കയറി ചവിട്ടി കഴിഞ്ഞാൽ സ്ലിപ്പായി വീഴും. ഞാൻ സ്ലിപ്പായി വീഴും. ഇതുണ്ടോ കറുത്ത് കിടക്കുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു സ്ഥലമായിട്ട് വീണ്ടും കാണാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യത്തോട് പറയട്ടെ, നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്തെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പം ഞങ്ങൾ ആ സ്ഥലം പോയി വിസിറ്റ് ചെയ്ത് ആ സ്ഥലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്, നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ വശങ്ങളും, അതായത് അവിടെ പോകാൻ പറ്റുമോ ഇല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ എത്രത്തോളമായിരിക്കും സാഹചര്യം, എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു സ്ഥലമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.